ഇൻകാകളുടെ പുരാതന നഗരമായിരുന്ന മാച്ചു പിച്ചുവിന്റെ അത്ഭുത കാഴ്ചകൾ ചിത്രീകരിച്ച ശേഷം കുസ്കോ നഗരത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് ഞാൻ. ഒല്ലാൻതായ് താംബോ എന്ന ചെറുപട്ടണം വരെ മാത്രമേ ഈ ട്രെയിൻ പോകൂ. പർവ്വത ചെരുവുകളിലൂടെ ഉറുബാമ്പ നദിയുടെ തീരത്തുകൂടി പോകുന്ന ട്രെയിൻ. യാത്രക്കിടയിൽ പലയിടത്തും വണ്ടി നിർത്തുന്നുണ്ട്. ജീവനക്കാർ ഭക്ഷണം വിളമ്പുന്നത് തുടരുകയാണ്. ജാലകത്തിലൂടെ നോക്കുമ്പോൾ ഉറുബാമ്പയിലെ തോമാ റിപ്രസ എന്ന ഡാമിന്റെ ഭാഗം കാണുന്നു. ഈ പരിസരത്തുള്ള ഒരു പവർ ഹൗസിലേക്ക് വൈദ്യുതി ഉൽപാദനത്തിനായി ജലമെത്തുന്നത് ഈ ഡാമിൽ നിന്നുമാണ്. മല തുറന്നുണ്ടാക്കിയ ഒരു ടണലിലൂടെയാണ് പവർ ഹൗസിലേക്കുള്ള ജലം കൊണ്ടുപോകുന്നത്. ഉറുബാമ്പ നദിയുടെ തീരത്തുകൂടി തന്നെയാണ് ട്രെയിൻ പോകുന്നത്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ എല്ലാ സീറ്റുകളിലും തന്നെ യാത്രക്കാരുണ്ട്. പർവ്വത പാർശ്വത്തിലെ ട്രോപ്പിക്കൽ വനങ്ങൾ പിന്നിടുന്നതോടെ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയായി പിന്നീടുള്ള യാത്ര. ട്രെയിൻ ഇങ്ങനെ പലയിടത്തും നിർത്തുന്നുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇറങ്ങുന്നു. ട്രെയിനുകളുടെ ക്രോസിങ്ങിനുള്ള ഇടം കൂടിയാണ് ഇത്തരം സ്റ്റോപ്പുകൾ. കുസ്കോ ഭാഗത്തു നിന്നും മാച്ചു പിച്ചുവിലേക്കുള്ള ഒരു ട്രെയിൻ നീങ്ങി വരുന്നു. പെറു റെയിലിന്റെ ടൂറിസ്റ്റുകൾക്കായുള്ള ട്രെയിനാണ്. പെറു റെയിലിന്റെ വണ്ടികൾക്ക് നീല നിറമായിരിക്കും. ഞാൻ യാത്ര ചെയ്യുന്നത് ഇൻക റെയിലിന്റെ വണ്ടിയിലാണ്. ടൂറിസ്റ്റുകൾക്കായി ആഡംബരപൂർണമായ കോച്ചുകൾ തന്നെയാണ് പെറു റെയിലിലുമുള്ളത്. എക്സിക്യൂട്ടീവ് ക്ലാസ് ബോഗികളല്ല ആ ട്രെയിനിലേത്. അതിലും പരിചാരകർ ഭക്ഷണം വിളമ്പുന്നത് കാണാം. ഈ യാത്രക്കാരൊക്കെ ഇന്ന് മാച്ചു പിച്ചുവിൽ താമസിക്കാൻ പോകുന്നവരാണ്. മാച്ചു പിച്ചുവിന്റെ താഴ്വാരത്തെ അഗ്വാസ് കലിൻഡസ് പട്ടണത്തിൽ ധാരാളം ഹോട്ടലുകളും ടൂറിസ്റ്റ് ലോഡ്ജുകളുമുണ്ട്. ഇന്ന് രാത്രി അവിടെ താമസിച്ച് നാളെ മാത്രമേ അവർ പർവ്വതം കയറി ഇൻക നഗരാവശിഷ്ടങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഞങ്ങളുടെ ട്രെയിൻ യാത്ര തുടരുകയാണ്. ഒരു ഭാഗത്ത് ചോളപ്പാടങ്ങൾ, അതങ്ങനെ പർവ്വത ചെരുവ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ചിൽക്ക തുടങ്ങിയ ചില പട്ടണങ്ങളും ഈ മേഖലയിലുണ്ട്. ഉറുബാമ്പ നദിയിൽ നിന്നും ജലസേചനം നടക്കുന്ന കൃഷിയിടങ്ങളാണ് പ്രധാന കാഴ്ച. ഇൻക സാമ്രാജ്യകാലത്തു തന്നെ ഈ മേഖലയിലെല്ലാം പ്രധാന കൃഷി ചോളമായിരുന്നു. പെറൂവിയൻ ജനതയിൽ വലിയൊരു ശതമാനത്തിന്റെയും മുഖ്യ ആഹാരവും ചോളം തന്നെ. ഇൻക ചോളമെന്ന ഒരിനമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഉറുബാമ്പയിൽ നിന്നുള്ള ജലവും രാസവള പ്രയോഗവുമെല്ലാം ഈ മേഖലയിലെ ചോള ഉൽപാദനത്തിന്റെ തോത് കൂട്ടുന്നു. ഇൻക സാമ്രാജ്യകാലത്തും ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഭക്ഷണം ചോളമായിരുന്നു. ഭൂമിയുടെ കിടപ്പും കാലാവസ്ഥയും അനുസരിച്ച് ചോളം കൃഷി ചെയ്യാനുള്ള വിവിധ സങ്കേതങ്ങൾ ഇൻകാകൾ ഉപയോഗപ്പെടുത്തി. പർവ്വതമേഖലയിൽ ടെറസ് ഫാമിങ്ങും സമതലത്തിൽ നിരന്ന കൃഷിയിടങ്ങളും ഇൻകാകൾ രൂപപ്പെടുത്തിയിരുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ കുറെ ദൂരം കൂടി ഓടി ട്രെയിൻ ഇപ്പോൾ ഒല്ലാൻതായ് താംബോയിലേക്ക് അടുക്കുകയാണ്. ഉൾഗ്രാമങ്ങളിലേക്ക് നീണ്ടുപോകുന്ന മൺപാതകൾ, ടാർ ചെയ്ത റോഡുകൾ അപൂർവമാണ് ഇവിടങ്ങളിൽ. എന്റെ സഹയാത്രികർക്കൊന്നും പുറത്തെ കാഴ്ചകളിൽ വലിയ കൗതുകമില്ലെന്ന് തോന്നി. മാച്ചു പിച്ചുവിലൂടെയുള്ള ദീർഘമായ നടത്തത്തിന്റെ ക്ഷീണത്തിലാണ് അവരെല്ലാം. തഴച്ചു വളരുന്ന ചോളപ്പാടങ്ങൾക്ക് നടുവിലൂടെ ട്രെയിൻ യാത്ര തുടരുകയാണ്. ടാക്നാക് എന്ന പ്രദേശം പിന്നിട്ടാണ് യാത്ര. കൃഷിയിടങ്ങളുടെ വൈപുല്യവും ഗ്രാമങ്ങളുടെ ദാരിദ്ര്യവും ലാളിത്യവുമെല്ലാം ചേരുന്നതാണ് പുറത്തെ കാഴ്ചകൾ. മൺകട്ടപ്പെടുത്ത പ്ലാസ്റ്റർ ചെയ്യാത്ത ചുവരുകളോടു കൂടിയ വീടുകൾ. ദാരിദ്ര്യമാണ് പെറൂവിയൻ ഉൾനാടൻ ഗ്രാമങ്ങളുടെ മുഖമുദ്രയെന്ന് തോന്നും. ചെറിയ വീടുകൾ, ഏതോ ഗ്രാമങ്ങളിലേക്ക് നീണ്ടുപോകുന്ന മൺവഴികൾ. കൃഷി തന്നെയാണ് ഈ ഗ്രാമങ്ങളിലെല്ലാമുള്ള ആളുകളുടെ ഉപജീവന മാർഗം. ഇൻകാകളുടെ വിശുദ്ധ താഴ്വരയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ തന്നെയാണ് ഇതെല്ലാം. കുസ്കോ ഇൻക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും മാച്ചു പിച്ചു രാജനഗരവുമായിരുന്ന കാലത്ത് ഈ താഴ്വരയിൽ പലയിടത്തും ഇൻക സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്നു. അവയുടെ ശേഷിപ്പുകൾ ഒല്ലാൻതായ് താംബോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ട്രെയിൻ ഒല്ലാൻതായ് താംബോ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണെന്ന അറിയിപ്പ് വന്നു. നാരോ ഗേജ് പാളങ്ങളിലൂടെ ആടി ഉലഞ്ഞു സഞ്ചരിക്കുകയായിരുന്ന യാത്രക്കാർ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി.
ഒരു ചെറിയ പട്ടണമാണ് ഒല്ലാൻതായ് താംബോ. ദിവസേന ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന പട്ടണം. പക്ഷേ ഇവിടെയും സ്റ്റേഷൻ പരിസരത്തും മറ്റും മൺറോഡുകൾ തന്നെയാണ് കാണുന്നത്. ഒരു കാർഷിക പ്രദേശമാണ് ഒല്ലാൻതായ് താംബോ. സ്പെയിൻകാർ കുസ്കോ ആക്രമിച്ച കാലത്ത് കുറച്ചുനാൾ ഇൻകാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവുമായിരുന്നു ഒല്ലാൻതായ് താംബോ. സ്റ്റേഷനിലേക്ക് വണ്ടിയെത്തി. ചെറിയൊരു കെട്ടിടമാണ് റെയിൽവേ സ്റ്റേഷൻ. അക്കാണുന്നതേയുള്ളൂ പ്ലാറ്റ്ഫോം. അവിടെയാകട്ടെ ജനം നിറഞ്ഞു നിൽക്കുകയാണ്. മാച്ചു പിച്ചുവിലേക്കുള്ള ട്രെയിൻ കാത്തു നിൽക്കുന്ന ടൂറിസ്റ്റുകളാണ് എല്ലാം. ഈ ദിവസങ്ങളിൽ കുസ്കോയിൽ നിന്നും നേരിട്ട് മാച്ചു പിച്ചുവിലേക്ക് ട്രെയിൻ സർവീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ഒല്ലാൻതായ് താംബോ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കുസ്കോയിൽ നിന്നും ബസ്സുകളിലും ടാക്സികളിലും എത്തിയവരാണവർ. ട്രെയിൻ നിശ്ചലമായി. കമ്പാർട്ട്മെന്റിലെ ജീവനക്കാരനാണ് വാതിൽ തുറന്നു തരുന്നത്. ഒരു ബട്ടൺ ഞെക്കിയും പാളിയിൽ തള്ളിയും അയാൾ വാതിൽ തുറന്നു. മാച്ചു പിച്ചുവിന്റെ താഴ്വാരത്തെ അഗ്വാസ്കലിൻഡസ് പട്ടണത്തിൽ നിന്നും തുടങ്ങി 2 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മാച്ചു പിച്ചു എന്ന ഒരു ലോകാത്ഭുതം കൂടി സഞ്ചാരത്തിന്റെ ക്യാമറയിലേക്ക് കയറി വന്നതിന്റെ വർദ്ധിതമായ സംതൃപ്തിയോടെ ഞാൻ ഒല്ലാൻതായ് താംബോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഇവിടെ സ്റ്റേഷന് പുറത്ത് എന്നെ കാത്തൊരാൾ നിൽപ്പുണ്ടാവുമെന്ന് ടൂർ ഏജൻസി അറിയിച്ചിരുന്നു. പക്ഷേ അയാൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ മുന്നോട്ട് നടന്നു. കുസ്കോയിലേക്ക് പോകാനുള്ള മിനി വാൻ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമറിയാം. അവിടം ലക്ഷ്യമാക്കിയാണ് നടത്തം. കൂറ്റൻ ബാക്ക് പാക്കുമായി ടൂറിസ്റ്റുകൾ മുന്നേ പോകുന്നു. ബസ്സുകളിൽ കുസ്കോയിലേക്ക് പോകേണ്ടവരെ കാത്ത് ബോർഡുമായി നിൽക്കുന്ന കുറച്ചുപേർ. എന്റെ പേരെഴുതിയ ബോർഡുമായി ആരുമില്ല. എന്നെ കണ്ടാൽ മനസ്സിലാവുമെന്ന ധൈര്യത്തിലാവാം ടൂർ കമ്പനിയുടെ പ്രതിനിധി നിന്നത്. പാതയുടെ ഇരുവശത്തും കച്ചവട സ്ഥാപനങ്ങളാണ്. മാച്ചു പിച്ചു ലോകപ്രശസ്തമായതോടെ ടൂറിസം രംഗത്ത് വളർന്ന ചെറുപട്ടണമാണ് ഒല്ലാൻതായ് താംബോ. മാച്ചു പിച്ചുവിലേക്കുള്ള പാതയിലെ പ്രധാന ഇടത്താവളം എന്നതിനൊപ്പം ഈ പട്ടണത്തിന്റെ പരിസരങ്ങളിലെ ഇൻകാ നിർമ്മിതികളും ഒല്ലാൻതായ് താംബോയിലെ ടൂറിസം വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പാർക്കിങ്ങിൽ ചെന്ന് ഞാൻ എനിക്ക് പോകേണ്ട വാൻ കണ്ടുപിടിച്ചു. വാഹനത്തിൽ കയറി ഇരിപ്പായി. അല്പം കഴിഞ്ഞപ്പോഴേക്കും ഗൈഡുമെത്തി. വാൻ കുസ്കോ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഗൈഡ് ഒരു ചെറു വിവരണം തന്നു. ഇതാണ് ഒല്ലാൻതായ് താംബോയുടെ ടൂറിസം ഏരിയ. ചെറിയ റെസ്റ്റോറന്റുകൾ. എവിടെയും കാണുന്നതും ടൂറിസ്റ്റുകളെ തന്നെ. നഗരചത്തുരത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ. വഴിയോരത്തേക്ക് കസേരകൾ ഇറക്കിയിട്ടിരിക്കുന്ന റെസ്റ്റോറന്റുകൾ. മൺവീടുകളുടെ ഒരു ഗ്രാമമാണിതെന്ന് തോന്നും. ഇവിടുത്തെ നിരത്തുകൾ പോലും കല്ലുപാകിയതാണ്. ടാർ ചെയ്തിട്ടില്ല. പൗരാണികത നിലനിർത്തുന്നതിനാവാം. ഇൻകാകളുടെ കാലത്ത് സുന്ദരമായ ഒരു ചെറുപട്ടണമായിരുന്നു ഒല്ലാൻതായ് താംബോ. സ്പാനിഷ് കുടിയേറ്റക്കാർ കുസ്കോ കീഴടക്കിയ കാലത്ത് ഇൻകാകളുടെ സാമ്രാജ്യത്തിന്റെ താൽക്കാലിക തലസ്ഥാനമായി ഇവിടം മാറി. അന്ന് ഇൻകാകളുടെ വലിയൊരു സൈന്യം ഈ താഴ്വരയിൽ നിലയുറപ്പിച്ചിരുന്നു. അവർ ഒരു തവണ ഇവിടേക്കെത്തിയ സ്പാനിഷ് സൈന്യത്തെ തുരത്തി ഓടിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ സന്നാഹങ്ങളുമായി വീണ്ടും എത്തിയ സ്പാനിഷ് പട ഈ പ്രദേശം കീഴടക്കുകയാണുണ്ടായത്. താഴ്വാര സമതലത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര. പാതയ്ക്ക് സമാന്തരമായി റെയിൽ പാളങ്ങൾ. അതിനപ്പുറം ഉറുബാമ്പ നദി. നദീതീരത്തുകൂടി കുസ്കോയിലേക്കുള്ള റെയിൽ പാളങ്ങൾ നീണ്ടുകിടക്കുന്നു. ഞങ്ങൾ ഈ പാതയിലൂടെ റെയിൽപാളത്തിനു സമീപത്തുകൂടി നീങ്ങി ഉറുബാമ്പ പട്ടണം വരെയെത്തും. അവിടെ നിന്നും മല കയറി മറ്റൊരു റൂട്ടിലാവും യാത്ര. ഉറുബാമ്പ നദി ഫലഭൂയിഷ്ടമാക്കുന്ന കൃഷിയിടങ്ങളാവും ഇനി കുറേ ദൂരം കാഴ്ച. സൗന്ദര്യമുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒന്നുമല്ല. മൺചുമരുകളും തകരമേൽക്കൂരയുമുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും. ഇൻകാകളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് വളരെ ശാസ്ത്രീയമായ കൃഷി നടന്നിരുന്ന താഴ്വരകളാണ് ഇതെല്ലാം. പെറു ഉൾപ്പെടുന്ന അതിവിശാലമായ മേഖലയെ സ്പാനിഷ് കോളനിയാക്കി മാറ്റിയ ഫ്രാൻസിസ്കോ പിസാറോയുടെ സഹോദരൻ ഹെർണാണ്ടോ പിസാറോ ആയിരുന്നു 16-ാം നൂറ്റാണ്ടിൽ ഈ മേഖലയെ നിയന്ത്രിച്ചിരുന്നത്.
ഇൻകാകളുടെ വിശുദ്ധ താഴ്വരയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്തെ കോളനി ഭരണകൂടത്തിനു വേണ്ടി വലിയ തോതിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാക്കി ഹെർണാണ്ടോ മാറ്റിയെടുത്തു. ചരിത്രത്തിൽ എൻകോമീണ്ട എന്നറിയപ്പെടുന്ന ഒരുതരം നിർബന്ധിത തൊഴിൽ സംവിധാനം ഹെർണാണ്ടോ ഇവിടെ നടപ്പിലാക്കി. അങ്ങനെ ഇവിടെയുണ്ടായിരുന്ന ഇൻകാകൾ തങ്ങളുടെ തന്നെ ഭൂമിയിൽ അടിമവേല ചെയ്യേണ്ടി വന്നു. ഇൻക ഭരണാധികാരികൾ നിർമ്മിച്ച വലിയ ധാന്യ സംഭരണശാലകൾ താഴ്വരയുടെ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു. അതെല്ലാം കൈവശപ്പെടുത്തിയ ഹെർണാണ്ടോ കൊളോണിയൽ ഭരണകൂടത്തിനു വേണ്ടി ചോളവും പയർവർഗ്ഗങ്ങളും സംഭരിച്ചു വയ്ക്കുന്ന കേന്ദ്രങ്ങളാക്കി അവയെ മാറ്റി. 18-ാം നൂറ്റാണ്ടിൽ സ്പെയിൻകാർക്കെതിരെ അമേരിന്ത്യൻ വംശജർ നടത്തിയ ഏറ്റവും അവസാനത്തെ കലാപത്തിന്റെ കേന്ദ്രസ്ഥാനം ഉറുബാമ്പ തടത്തിലെ ഈ പ്രദേശങ്ങളായിരുന്നു. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ഇപ്പോൾ ബസ് ഉറുബാമ്പ പട്ടണത്തോട് അടുക്കുകയാണ്. ചെറിയൊരു പട്ടണമാണ് ഉറുബാമ്പ. അതിന്റെ പ്രാന്തഭാഗങ്ങളാണ് ഇതെല്ലാം. 2700 ആളുകൾ വസിക്കുന്ന പട്ടണമാണ് ഉറുബാമ്പ. ഇൻക സാമ്രാജ്യകാലത്തു തന്നെ പ്രമുഖമായൊരു ജനവാസ പ്രദേശമായിരുന്നു ഇത്. അക്കാലത്ത് മൺപാത്ര നിർമ്മാതാക്കളുടെ ഒരു വലിയ സെറ്റിൽമെന്റ് ആയിരുന്നു ഉറുബാമ്പ. വലതുവശത്ത് റെയിൽ പാളങ്ങൾ കാണാം. വികസനം താഴേത്തട്ടിലേക്ക് എത്താത്തതാണ് പെറുവിലെ മിക്ക ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ശോച്യാവസ്ഥയ്ക്ക് കാരണം. പ്രത്യേക രീതിയിലുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് ഇവിടെ നിലനിൽക്കുന്നത്. പെറു എന്ന രാജ്യം 24 ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് തുല്യമാണ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റുകളെ 180 പ്രൊവിൻസുകളാക്കിയിരിക്കുന്നു. നമ്മുടെ ജില്ലയ്ക്ക് തുല്യമാണ് ഓരോ പ്രൊവിൻസും. തുടർന്ന് ഈ പ്രൊവിൻസുകൾ ഡിസ്ട്രിക്റ്റുകളായി വിഭജിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിന്റെയോ പെറുവിയൻ രൂപമാണ് ഡിസ്ട്രിക്ട്. ലാറ്റിൻ അമേരിക്കയുടെ ഉൾനാടൻ പ്രദേശങ്ങളുടെ പൊതുവെയുള്ള കാഴ്ചകൾ ഈ വിധം തന്നെയായിരിക്കും. ഉറുബാമ്പ ടൗണിന്റെ ഒരു ഭാഗത്തു നിന്നും നഗരത്തെ കുറുകെ കടന്നു. ഉറുബാമ്പ നദിയെ ക്രോസ് ചെയ്ത് ഒരു മലകയറ്റം തുടങ്ങി. താഴെ ഉറുബാമ്പ പട്ടണം കാണാം. മലനിരകൾക്ക് നടുവിൽ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ ഉറുബാമ്പ. സമുദ്രനിരപ്പിൽ നിന്നും 2800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണിത്. ഇപ്പോൾ ഈ മേഖലയിലെ കായിക വിനോദങ്ങളുടെയും ചില പ്രമുഖമായ വാർഷിക കലാമേളകളുടെയും കേന്ദ്രമാണ് ഉറുബാമ്പ. പട്ടണത്തിലെ ജനവാസ പ്രദേശങ്ങൾ വരണ്ട മലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഉറുബാമ്പ പട്ടണത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ചുവന്ന മണ്ണിന്റെ മലകളെ വെട്ടിയൊരുക്കിയുണ്ടാക്കിയ പാത. മറാസ് എന്ന പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അങ്ങകലെ ഒരു കൊടുമുടി കാണാം. ചിക്കോൺ കൊടുമുടിയാണത്. അതിന്റെ ശിരസിൽ മഞ്ഞുറഞ്ഞു കിടക്കുകയാണ്. ഉറുബാമ്പ മൗണ്ടൻ റേഞ്ചിലെ ഏറ്റവും വലിയ കൊടുമുടികളിലൊന്നാണ് 5530 മീറ്റർ ഉയരമുള്ള ചിക്കോൺ. അതിനപ്പുറം സിറിവാനി എന്നൊരു കൊടുമുടിയുമുണ്ട്. ഉയരമേറിയ നിരവധി കൊടുമുടികളുണ്ട് ഉറുബാമ്പ പർവ്വത മേഖലയിൽ. ഇപ്പോൾ ചെക്രക് എന്ന പ്രദേശത്തു കൂടിയാണ് യാത്ര. ഉറുബാമ്പ താഴ്വരയിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ചെക്രക്. ഒട്ടൊരു വരണ്ട ഭൂമി. താഴ്വരയിൽ കണ്ടതുപോലെ ഹരിതാഭമായ കൃഷിയിടങ്ങൾ അധികമില്ല. ജലദൗർലഭ്യമുള്ള ഇടങ്ങളിലെ കൃഷികളാണ് ഇവിടെ കാണുന്നത്. ചോളപ്പാടങ്ങൾ അധികമില്ല.
ഉരുളക്കിഴങ്ങും പയർവർഗ്ഗങ്ങളുമാണ് ഇവിടങ്ങളിലെ പ്രധാന കൃഷി. കുന്നുകളിലും താഴ്വരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും. തളിക പോലെ സ്ഥിതി ചെയ്യുന്ന ചില പ്രദേശങ്ങൾ ഫലഭൂയിഷ്ടമാണ്. ഈ പ്രകൃതിയെ കൃഷിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഏറ്റവും അറിവുള്ളവരായിരുന്നു ഇൻകാകൾ. മലഞ്ചെരിവുകളിൽ അവർ കൾട്ടിവേഷൻ ടെറസുകൾ നിർമ്മിച്ചു. താഴ്വരകളിലാകട്ടെ ഭൂമി നിരപ്പാക്കി വലിയ വയലുകൾ സജ്ജമാക്കി. ജലസേചനത്തിന് ഫലപ്രദമായ മാർഗങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇൻകാകളുടെ തനത് സംസ്കാരം മാഞ്ഞുപോയതിനൊപ്പം അവരുടെ കാർഷിക രീതികളുമാണ് ഇവിടെ നിന്നെല്ലാം അപ്രത്യക്ഷമായത്. പീഠഭൂമി പോലുള്ള പ്രദേശങ്ങളിലൂടെയാണ് ബസ് കടന്നുപോകുന്നത്. ഉഴുതുമറിച്ച കൃഷിഭൂമിയും വിളവെടുപ്പ് കഴിഞ്ഞ് ഉണങ്ങിക്കിടക്കുന്ന കുന്നുകളുമെല്ലാം കാണാം. ഇടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളിലേക്കെത്തുന്നു. ഒറ്റപ്പെട്ട ചെറുഗ്രാമങ്ങൾ. മുന്നിൽ ഒരു മിനി ബസ് പോകുന്നുണ്ട്. അതും ടൂറിസ്റ്റുകളുമായി കുസ്കോയിലേക്ക് പോകുന്നതാണ്. അത്തരത്തിലുള്ള നിരവധി ബസ്സുകൾ ഈ നേരത്ത് ഈ റൂട്ടിലൂടെ കടന്നുപോകും. മാച്ചുപിച്ചുവിൽ നിന്നും ഒല്ലാൻതായ് താംബോയിൽ ട്രെയിനിൽ വന്നിറങ്ങിയ ആളുകളെ ഈ ദിവസങ്ങളിൽ കുസ്കോയിലെത്തിക്കുന്നത് മിനി ബസ്സുകളാണ്. കുസ്കോ ഒല്ലാൻതായ് താംബോ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതുകൊണ്ടാണത്. വായ്പോ എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചെറിയൊരു പട്ടണമാണ് വായ്പോ. എങ്കിലും ധാരാളം ടൂറിസ്റ്റുകൾ വന്നെത്തുന്ന ഇടമാണിത്. വായ്പോയിൽ ഒരു തടാകമുണ്ട്. മലനിരകൾക്കു നടുവിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു തടാകമാണത്. മാച്ചുപിച്ചുവിൽ നിന്നും കുസ്കോയിലേക്കുള്ള പുരാതന ഇൻകാ വഴിത്താരയുടെ സമീപത്താണ് വായ്പോ തടാകം. പണ്ട് ഇൻകാകൾ തങ്ങളുടെ കൃഷിഭൂമികളിലേക്ക് പ്രത്യേക കനാലുകളിലൂടെ ആ തടാകത്തിൽ നിന്നും ജലം കൊണ്ടുപോയിരുന്നു. ഇന്നാകട്ടെ ഈ മേഖലയിലെ ടൂറിസം ആക്ടിവിറ്റികളുടെ കേന്ദ്രസ്ഥാനമാണ് ആ തടാകം. നീന്തൽ, കയാക്കിംഗ്, ബോട്ടിംഗ്, പക്ഷി നിരീക്ഷണം, മീൻപിടുത്തം തുടങ്ങി വിവിധ വിനോദങ്ങൾക്കായി ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നു. ഇപ്പോൾ കാച്ചിമയോ എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. കുസ്കോയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് കാച്ചിമയോ. ഇത് പോറോയി എന്ന സ്ഥലമാണ്. കുസ്കോയുടെ പ്രാന്തത്തിലെ ഒരു മലയുടെ മുകൾ ഭാഗത്തെ ജനവാസ പ്രദേശമാണ് പോറോയി. കുസ്കോ താഴ്വാരത്തെ നഗരമാണെങ്കിൽ അതിന്റെ മലമുകളിലെ ഭാഗമാണിത്. പോറോയിലെത്തുമ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങിയിരിക്കുന്നു. സമയം 6:45. കെട്ടിടങ്ങളിലും പാതയോരത്തുമെല്ലാം വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. കുസ്കോ പട്ടണത്തിൽ വിവിധ തൊഴിലുകൾ ചെയ്യുന്ന സാധാരണക്കാരുടെ വാസപ്രദേശമെന്ന് പോറോയിയെ വിശേഷിപ്പിക്കാം. പോറോയി കടന്ന് മിനി ബസ് കുസ്കോ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുസ്കോയിലെ പ്ലാസ മയോറിനു സമീപം ഞാൻ വണ്ടിയിറങ്ങി. ഇന്ന് പുലർച്ചെ 3:30 ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയ യാത്ര ഇവിടെ തന്നെ അവസാനിച്ചിരിക്കുന്നു. പ്ലാസ മയോറിൽ ജനപ്രളയമാണ്. എന്താണ് സംഗതിയെന്ന് എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. രാഷ്ട്രീയ സമ്മേളനമാണോ വിപ്ലവമാണോ എന്നൊക്കെ സംശയിച്ചു പോയി. ടൂറിസ്റ്റുകളെ അധികം കാണുന്നില്ല. അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. 2018 ഫിഫ വേൾഡ് കപ്പിൽ യോഗ്യതയ്ക്കായി പെറുവിന്റെയും കൊളംബിയയുടെയും ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്ന്. ലിമയിലെ നാഷണൽ സ്റ്റേഡിയത്തിലാണ് കളി. മത്സരം തത്സമയം ഇവിടെ വലിയൊരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കാണാൻ വന്നെത്തിയിരിക്കുന്ന ആളുകളാണിത്. ലാറ്റിൻ അമേരിക്കയിൽ ഫുട്ബോൾ പകരുന്ന ലഹരി എന്താണെന്ന് ഞാൻ ഇവിടെ കണ്ടറിയുകയാണ്. തങ്ങളുടെ ദേശീയ ടീമിന്റെ കളി കാണാൻ തണുപ്പിനെ അവഗണിച്ച് ചത്തുരത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന ആയിരങ്ങൾ. ഇതാണ് സ്ക്രീൻ. കളി ആരംഭിക്കുകയാണ്. താരങ്ങൾ മൈതാനത്തിറങ്ങിക്കഴിഞ്ഞു. സ്റ്റേഡിയത്തിൽ ആരവം. ഇവിടെയാകട്ടെ പല പ്രായക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ സാഗരം. 1982 ശേഷം പെറുവിന് ലോകകപ്പിൽ കളിക്കാനായിട്ടില്ല. ഇത്തവണയെങ്കിലും ലോകകപ്പ് ടൂർണമെന്റിൽ കളിക്കാനുള്ള 32 ടീമുകളിൽ ഒന്നാകാൻ പെറുവിന്റെ ടീം അത്യധ്വാനം ചെയ്യുകയാണ്. ടീമുകൾ നിരന്നു കഴിഞ്ഞു. ഈ ജനസാഗരം കാണുക. ഇതിൽ പകുതിയിലേറെയും സ്ത്രീകളാണ്. നോക്കി നിൽക്കെ പ്ലാസ മയോറിൽ ജനം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫുട്ബോൾ എന്ന കായിക വിനോദം ലാറ്റിൻ അമേരിക്കൻ ജനതയെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നെന്ന് ഇവിടെ കണ്ടറിയാം.
സ്റ്റേഡിയത്തിൽ പെറുവിന്റെ ദേശീയ ഗാനം മുഴങ്ങുന്നു. അതിനൊപ്പം ഇവിടെ ചത്തുരത്തിൽ നിറഞ്ഞിരിക്കുന്ന ജനസഞ്ചയവും പാടുന്നു. പെറൂവിയൻ പതാകയുടെ ടാറ്റു അണിഞ്ഞും പതാക തലയിൽ കെട്ടിയും ആരവം മുഴക്കിയും തങ്ങളുടെ ദേശീയ ടീമിന് പിന്തുണയേകാൻ കൂടി നിൽക്കുന്നവർ. എനിക്ക് വേറിട്ടൊരനുഭവമായി ഈ കാഴ്ച. പെറുവിന്റെ സാധാരണ ജീവിതത്തിന്റെ നേർചിത്രങ്ങളാണ് ഇതെല്ലാം. പുറത്ത് കുഞ്ഞിനെയും തൂക്കിയെത്തിയിരിക്കുന്ന ഗോത്രസ്ത്രീകൾ. ഫുട്ബോളിന്റെ ലഹരി തലമുറകളിലേക്ക് പടരുന്നതെങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കണ്ടറിയുന്നു. ജനക്കൂട്ടത്തിന്റെ ആവേശവും സ്ക്രീനിലെ കളിയും കുറെ നേരം കണ്ടുനിന്നു. എതിർ ഗോൾ മുഖത്തേക്ക് പെറുവിന്റെ കളിക്കാർ കുതിച്ചു കയറുമ്പോൾ ഇവിടെ ആരവങ്ങൾ ഉയരുകയാണ്. കുസ്കോ നഗരവാസികളിൽ വലിയൊരു ഭാഗം ഇന്ന് പ്ലാസ മയോറിലേക്ക് എത്തിയിട്ടുണ്ട്. കൊടും തണുപ്പത്ത് നിന്നാണ് കളി ആസ്വദിക്കുന്നത്. 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ താപനില. സ്ക്വയറിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ടൂറിസ്റ്റുകളുണ്ട്. ഇത്തരം കെട്ടിടങ്ങളുടെ മുകൾ നിലയിൽ റെസ്റ്റോറന്റുകളും ബാറുകളുമെല്ലാം ഉണ്ട്. പുലർച്ചെ യാത്ര തുടരണം എന്നതിനാൽ ഞാൻ ഹോട്ടലിലേക്ക് നടന്നു.